ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിൽ എന്തായിരുന്നാലും ഒന്ന് ചായ കാച്ചി അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. നമ്മളല്ലെങ്കിലും ഏതൊരു വീട്ടിലേക്കും പുതിയതായിട്ട് താമസം മാറുമ്പോഴത്തേക്കും നമ്മളവിടെ പാല് കാച്ചിയിട്ടല്ലേ കയറുന്നത്. അപ്പോൾ ഈ പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ചായ കാച്ചിയിട്ടങ്ങ് കയറാമെന്ന് വെച്ചു. ഈ ചായ കാച്ചുന്ന സമയത്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വന്നു. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും മൂന്നാറിലൊരു ടീ ഫാക്ടറിയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു സാമ്പിൾ ചായ വന്നു. അതിനകത്താണെന്നുണ്ടെങ്കിൽ നല്ല ഏലക്കായയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും ആ ചായനോട്. അതവർ വേറെ എന്തൊക്കെയോ ചേർത്തുകൊണ്ടിട്ടുണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ അവരുടെ ആ ചായ കുടിച്ചതിന് ശേഷം എനിക്ക് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം അങ്ങ് വന്നു ഏലക്ക ചായനോട്. പിന്നെ ഞാൻ ആ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് മൂന്നാർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ടീ ഫാക്ടറി കയറി. ടീ ഫാക്ടറി അല്ല, ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തുള്ള അവരുടെ പ്രോഡക്റ്റ് വിൽക്കണ ഒരു കടയുണ്ട്. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇതുപോലെ തന്നെ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ചായ വാങ്ങിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് അന്നത്തെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഏലക്കായയുടെ ആ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചായ അവിടെ വെച്ചിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൂടാണ്ടിട്ട് അവിടെ ചോക്ലേറ്റ് ടീയും വേറെ എന്തൊക്കെയോ ടീകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ആ ഏലക്കായയുടെ ടേസ്റ്റുള്ള ചായ വാങ്ങിച്ചു കുടിച്ചതിന് ശേഷം എനിക്കപ്പം തന്നെ അവരുടെ ചായപ്പൊടി അങ്ങ് വാങ്ങിക്കണം എന്ന് തോന്നി. അങ്ങനെ അവരുടെ ചായപ്പൊടി കൊണ്ടിട്ടങ്ങ് വന്നു. ചായപ്പൊടിയും വാങ്ങി വീട്ടിൽ വന്ന ടേസ്റ്റ് ചായ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏലക്കായയുടെ ഒരു ചെറിയൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരുണ്ടാക്കി തന്ന ആ ചായയുടെ അത്ര ആ ഒരു ടേസ്റ്റ് അങ്ങ് വന്നില്ല. അതിനുശേഷം ഞാൻ എപ്പോൾ ചായ ഉണ്ടാക്കിയിരുന്നാലും അതിനകത്ത് ഏലക്കായ 2-3 പൊടിച്ചിടും കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും ജോലി കഴിഞ്ഞ് വന്ന് ഒരു ചായ അങ്ങ് ഉണ്ടാക്കിയാലോ എന്നും പറഞ്ഞുകൊണ്ടിട്ട് ഇരുന്ന സമയത്താണ് എനിക്ക് ഏലക്ക ചായ അങ്ങ് ഉണ്ടാക്കാമെന്ന് തോന്നി. അപ്പോൾ ഏലക്ക ചായ അങ്ങ് ഉണ്ടാക്കുമല്ലേ, എന്തായിരുന്നാലും എൻ്റെ ആദ്യത്തെ യൂട്യൂബിലെ വീഡിയോ ആണല്ലോ, അപ്പോൾ അങ്ങ് വീഡിയോ ആക്കി പകർത്താമെന്ന് വെച്ചു. പിന്നെ ചായ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കുറിക്കാനോ കടിക്കാനോ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു 2 ആഴ്ചയൊക്കെ മുന്നേ ഞങ്ങളൊന്ന് കടയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രോസൺ സമൂസ വാങ്ങിച്ചായിരുന്നു. ഫ്രോസൺ സമൂസ വാങ്ങിച്ചുകൊണ്ട് ആ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ അങ്ങ് സമൂസയും കൂട്ടിക്കൊണ്ടിട്ട് അങ്ങ് ചായ കുടിച്ചാലോ അന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു 5-6 ഫ്രോസൺ സമൂസ എടുത്തുകൊണ്ടിട്ട് ഞങ്ങളങ്ങ് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചായയോടൊപ്പം കഴിക്കാനായിട്ടുള്ള ഒരു സ്നാക്സുമായി. അങ്ങനെ ഈ വൈകുന്നേരം ഞങ്ങളുടെ ചായയും സമൂസയും തയ്യാറായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.